ശ്രീ രാജു പി നായർ, താങ്കളുടെ മറുപടി എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു? അല്ലല്ല, ശിവശങ്കർ ചോദിച്ച ചോദ്യം വി.ഡി. സതീശൻ പറഞ്ഞു ഇവിടെ നിന്ന് ആരും ഏതായാലും പോകില്ല എന്ന്. അദ്ദേഹം ചോദിക്കുന്നത് താങ്കൾ ഇവിടെ നിന്ന് പോകുമോ എന്നാണ്. അല്ല, ഞാനൊരു ഈശ്വരവിശ്വാസിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന ചോദ്യം ഉയർക്കുന്ന പോലുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ശരി, വ്യക്തിപരമായി ക്ലിയർ അല്ലേ? ഇനി ശിവശങ്കർ ഇവിടെ രണ്ടാമത്തെ കാര്യം, ശ്രീ ശിവശങ്കർ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് ക്ഷണന പത്രിക കൊടുത്തിട്ടുള്ളതാണ്. ക്ഷണനം എന്ന് വെച്ചാൽ വധം എന്നാണ് അർത്ഥം, കൊലപാതകം എന്നൊക്കെയാണ് അർത്ഥം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ BJP ഈ രാഷ്ട്രീയം പയറ്റി കുറെ പേരെ ക്ഷണനം ചെയ്തു. അല്ല, അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി വിധി BJPയുടെ നിയന്ത്രണത്തിന്റെ ഭാഗമായെന്ന് പറഞ്ഞു. അത് സുപ്രീം കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. അങ്ങക്ക് അത് മനസ്സിലായി കാണും. സുപ്രീം കോടതി വിധി ഉണ്ടായത് BJPയുടെ നിർബന്ധത്തിന് മുൻകെന്ന് ആദ്യത്തെ ഇവിടെ പല അഡ്വക്കേറ്റുമാരും ട്വീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇറ്റ്സ് എ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. അറ്റ്ലീസ്റ്റ് യു അല്ല നിവർത്തിയൊന്നുമില്ലല്ലോ. അത് കേസെടുത്താൽ ഞാൻ നേരിട്ടോളാം. അത് അല്ലാണ്ട് വേറെ നിവർത്തിയില്ല രാജു, മനസ്സിലായില്ലേ? അത് കേസെടുത്താൽ ഞാൻ നേരിട്ടോളാം. അല്ലാണ്ട് വേറെ ഓടി ഒളിക്കാൻ പറ്റുമോ? ശരി, ഞാൻ നേരിട്ടോളാം. പിന്നെ നിക്കട്ടെ ശ്രീ ശിവശങ്കരൻ, അപ്പൊ അങ്ങ് ഉദ്ദേശിച്ച ക്ഷണനം ഈ രാജ്യത്തിന്റെ മതേതരത്തെ കൊലപാതകം ചെയ്യുന്ന ക്ഷണനമാണ്. അത് മുന്നോട്ട് പോകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ്. അത് നിങ്ങൾ മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം. ഗോപീഷ്ണൻ അദ്ദേഹം പറഞ്ഞപ്പോഴെല്ലാം ഞാൻ അങ്ങയുടെ വ്യാകരണ പിശക് കണ്ടുപിടിച്ചതിനാണോ? അത് വ്യാകരണ പിശകാണ്. അതല്ല ശ്രീ ശിവശങ്കർ, താങ്കൾ ചോദിച്ചത് അദ്ദേഹം പോകുമോ എന്നാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് അദ്ദേഹം പോകില്ല. അദ്ദേഹത്തിന് ഇൻ പേഴ്സൺ അദ്ദേഹം മറുപടി പറഞ്ഞതാണ്. ഇനി ശ്രീ രാജു പി നായർ താങ്കളുടെ ഈ പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ്സിന് മറുപടി പറയട്ടെ. അല്ല, അതുകൊണ്ടാണോ? ഞാൻ പറയട്ടെ. അപ്പൊ അതിനകത്ത് നീതിപൂർവകമല്ലാത്ത ഒരു വിധി ഉണ്ടായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നീതിപൂർവകമല്ലാത്ത ഒരു വിധി ഉണ്ടായപ്പോഴും ഒരു എതിർപ്പും അല്ലെങ്കിൽ ഒരു കലാപവും ഒരു പ്രശ്നവും ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിൽ തകർക്കാതിരിക്കാൻ വേണ്ടി ഒരു ത്യാഗം ചെയ്ത സമുദായമാണ് മുസ്ലിം സമുദായം അപ്പുറത്ത് നിൽക്കുന്നത്, ഇല്ലേ? ഈ രാജ്യത്ത് ഒരു കല്ലെടുത്തെറിയാൻ പോലും ആരും തയ്യാറായില്ല. വിധി വന്നപ്പോൾ അല്ല, ഇദ്ദേഹം എന്താ ഇപ്പൊ മിണ്ടാതിരിക്കാൻ പറയുന്നത്? അദ്ദേഹത്തോട് അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി വിധി വന്നിട്ട് ശബരിമലയിൽ നിങ്ങൾ കല്ലെടുത്തോണ്ട് ഇറങ്ങിയല്ലോ, ഇല്ലേ? സുപ്രീം കോടതി വിധി വന്നപ്പോൾ നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുകയാണോ ചെയ്തത്? ശബരിമലയിൽ എന്താ ചെയ്തത്? വെറുതെ ഇരട്ടത്താപ്പ് നിങ്ങൾ ഇങ്ങനെ തുറന്നു കാണിക്കല്ലേ? നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ അതിനകത്ത് ഉണ്ടായ സംഭവത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന സുപ്രീം കോടതി വിധി അങ്ങേക്ക് താല്പര്യമില്ല. അല്ല, ഗോപീഷ്ണൻ ശരിയല്ല. ഞാനിത് അനാവശ്യമായ ഒരു തർക്കത്തിലേക്ക് പോകണ്ട. കാരണം ഇത് വലിയ കോംപ്ലക്സ് ഇഷ്യൂ ആണ്. അത് ജനങ്ങൾക്ക് പറയാനുള്ള പോയിന്റ് വ്യക്തമായിട്ട് പറയുക എന്നുള്ളതാണ് ഞാൻ നിലപാടെടുത്തത്. അത് അനാവശ്യമായിട്ട് ശിവശങ്കരൻ എന്തിനാണ് ഇത്രമാത്രം പ്രകോപിക്കപ്പെടുന്നത് എനിക്കറിയില്ല. അപ്പോൾ അത് നീതിപൂർവകമല്ലാത്തൊരു വിധി ഉണ്ടായിട്ടും ആ വിധിയുടെ പേരിൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായം, ന്യൂനപക്ഷ സമുദായം ഒരു കലാപത്തിലേക്കും പോയില്ല. അവർ ഈ രാജ്യത്ത് മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കാരണം ഇവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ്. ഹിംസാത്മകമായ വില്ലുകുളച്ച് നിൽക്കുന്ന രാമൻ ഇവരുപയോഗിക്കുന്നത് ഈ രാജ്യത്ത് അപരമത വിദ്വേഷം ഉണ്ടാക്കാനാണ്, ഈ രാജ്യത്തിന്റെ ഏകത്വത്തെ നശിപ്പിക്കാനാണ്, ഇവിടെ നിന്ന് ഒരു മതന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ജനാധിപത്യ ബോധവും ഉള്ള ആ സമുദായം ഇവർക്കെതിരെ ഒന്നും അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഇരുന്നു. ഞാൻ സജീവനോട് പറഞ്ഞ ആർഗ്യുമെന്റ് അവിടെയാണ് ചേർത്ത് വെക്കുന്നത്. സജീവൻ മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നുള്ള ആശയപരമായ നിലപാടുണ്ടെങ്കിൽ ആ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് നഷ്ടപ്പെടും എന്നുള്ള വാദം ഉന്നയിക്കുന്നത് തന്നെ അസംബന്ധമാണ്. ആ സമുദായം ഇത് വളരെ കൃത്യമായിട്ട് 5 കിലോമീറ്റർക്ക് അപ്പുറം 25 ഏക്കർ ഭൂമി എന്ന് പറയുന്ന ഒരു 25 ഏക്കറാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ 5 ഏക്കർ ഭൂമി എന്നുള്ള ഒരു നീതിയുമില്ലാത്ത അപമാനിക്കുന്ന അപഹസിക്കുന്ന ആ വിധിയെ അംഗീകരിച്ചു പോലും അവര് അതിലേക്ക് ഒതുങ്ങിയപ്പോൾ അവിടെ ആ ത്യാഗ മനോഭാവം കാണിച്ചവർ ഇനി ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വെള്ളമൊഴിക്കുന്ന നിലപാടെടുക്കും എന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കും? ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്
ദൈവവിശ്വാസം മറ്റൊന്നാണ്. ദൈവവിശ്വാസം നിൽക്കുന്നിടത്ത് ഈ രാജ്യത്ത് ഈ ഉള്ള ആൾക്കാർ, ദൈവവിശ്വാസമുള്ളവർ, രാമനിൽ വിശ്വസിക്കുന്നവർ, രാമക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നവർ, അവർക്കതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ആ സ്വാതന്ത്ര്യം നൽകുമ്പോൾ അതിനെതിരായിട്ട് നിൽക്കുന്ന BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം, ഒരു ഹിന്ദുവുമല്ലാത്ത, ഹിന്ദുവിനെ നേരെ വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ നരേന്ദ്രമോദി ഈ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയം ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ രാഷ്ട്രീയം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ തറവാട്ടിൽ തലതിരിഞ്ഞൊരു കാർന്നവരുണ്ട് എന്നുള്ളത് കൊണ്ട് തറവാട്ടിൽ കയറാതിരിക്കണം എന്ന് പറയുന്ന ലോജിക്ക് അത് മതവിശ്വാസികളോട് എടുക്കരുത്, അത് ഹിന്ദുക്കളോട് എടുക്കരുത്. കാരണം പുറത്തുനിന്ന് വന്ന് ആ തറവാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു